ഹലോ ഹലോ. അത് ആദ്യത്തെ ഹലോ നമ്മൾ കളയണല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഹലോ. അങ്ങനെ ഒരു ട്രെയിലർ റിയാക്ഷനുമായി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. വാഴ നല്ല എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാത്ത പടമായിരുന്നു കേട്ടോ. എനിക്ക് വലിയ പ്രതീക്ഷ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് അവരാ ഫസ്റ്റ് പാർട്ടിന്റെ ലാസ്റ്റ് വന്നിട്ട് ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സ് സെക്കൻഡ് പാർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പടത്തിനോടുള്ള എല്ലാ പ്രതീക്ഷയും പോയി. മേ ബി അവർ വലിയ എന്താ പറയാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിരിക്കും. എനിക്ക് അതിന്റെ കാസ്റ്റിംഗ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടായിരുന്നു. എനിവേ ട്രെയിലർ കണ്ടോക്കാം നമുക്ക്, എന്നിട്ട് പറയാം. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം മനസ്സിലായ പ്രേമ സിനിമയല്ലേ? ഇതാരാ? അൽഫോൺസാണിത്. അതുകൊണ്ടല്ല അവൻ അങ്ങനെ റിയാക്ട് ചെയ്ത്. പ്രേമത്തിന് എന്താ കുഴപ്പം? എനിക്ക് തിന്നില്ല. ഞാൻ അതിലല്ലേ ഞാൻ പെണ്ണുങ്ങളെ നോക്കുന്നായിരുന്നു. കലക്കിട്ടാ. ബ്രില്യന്റ് മൂവ്. അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. വേറെ വള്ളിയൊന്നും വരായിരുന്നോ? ഇതിനൊക്കെ അവന് ചേട്ടനാരാന്നറിയോ? അവന്റെ ചേട്ടന്റെ അത് നന്നായി. കുഴപ്പമാണല്ലോടാ. കേക്കണ്ടാ ബ്രോ? ജോയിന്റ് കുരിയച്ചന്മാര് ഇത്തിരി ലഹരിയൊക്കെ മറ്റേ ലഹരിയുടെ അംബാസഡർ. അല്ല, അത് പഴയ ഇതിന്റെ വെച്ചിട്ടാണ്. കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോകും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. രണ്ടാമത് കാണിച്ചു നല്ലതായിട്ട്. എനിക്ക് നല്ല പ്രതീക്ഷ കയറിപ്പോയിട്ടോ. അല്ല ചിലപ്പോ മേക്കിങ്ങിൽ നന്നായിട്ടുണ്ട് കേട്ടാ. ട്രെയിലർ തന്നെ നന്നായിട്ടുണ്ട്. ഒരു പ്രതീക്ഷ വന്ന പോലെ ഉണ്ട് അല്ലേ? നല്ല സ്റ്റോറി ഉണ്ട് തോന്നുന്നു. ഐ മീൻ സ്റ്റോറി ഇൻ ദ സെൻസ് നമുക്ക് കണക്റ്റഡ് ആണ്. പ്രാവശ്യം ഇവരെ കാണിച്ച സീൻ എന്തോ ഒരു എന്താ പറയാ തട്ടിക്കൂട്ട്. അത് പിന്നെ അങ്ങനെയല്ലേ, ഒരു ചളി പോലെ എനിക്ക് തോന്നി. അപ്പൊ അതെന്നെയായിരിക്കും ഈ ഫിലിമിലും വരാൻ പോകുന്നതെന്നുള്ളൊരു. പക്ഷെ ഇത് മേക്കിംഗ് നല്ല രസമുള്ള പോലെ തോന്നുന്നുണ്ട് അല്ലേ? പിള്ളേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു വാഴ പോലെ തന്നെ ഫുൾ ടൈം എന്റർടൈനർ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് എപ്പോഴാണ് റിലീസ്? എന്തായാലും കാണാം. നല്ല പ്രതീക്ഷയുണ്ട്. ആക്ച്വലി ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. അത് ഞാൻ വാഴ കാസ്റ്റിംഗ് വിജയബാബു പിന്നെ ഇവനൊക്കെ വന്നു, അജുക്ക് വന്നപ്പോ. പക്ഷെ എന്തായാലും അജുനൊന്നും അങ്ങനെ നോർമലി നമ്മൾ എന്താ ശ്രമിക്കുക സ്റ്റാർ കാസ്റ്റ് ഇങ്ങനത്തെ ആകുമ്പോൾ മെയിനായിട്ട് കുറച്ച് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ കുറച്ച് അധികം കാണിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല അതിനകത്തൊന്നും. നന്നായിട്ടുണ്ട്. Bye.